KSEBക്ക് വാട്ടർ അതോറിറ്റി നൽകാനുള്ള വൈദ്യുതി കുടിശ്ശിക സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. 206.80 കോടി രൂപ വെച്ച് 10 ഗഡുവായി സർക്കാർ അടയ്ക്കും. പകരം വാട്ടർ അതോറിറ്റിയുടെ നോൺ പ്ലാൻ ഗ്രാന്റ് ഫണ്ടിൽ നിന്നും ഗഡുക്കളായി തുക തിരിച്ചുപിടിക്കും. ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. ഗിരീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, വൈദ്യുതി ബോർഡിനെ കുടിശ്ശിക വരുത്തിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം കേരള വാട്ടർ അതോറിറ്റി ആയിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ ഈ KSEBക്ക് കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. ഈ കുടിശ്ശികയുടെ കാര്യത്തിൽ അടിയന്തരമായ ഒരു തീരുമാനമെടുക്കണമെന്നും വകുപ്പുകൾ നൽകേണ്ട വൈദ്യുതി കുടിശ്ശിക ഉടൻ നൽകണമെന്നും KSEB വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ കാര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ചുകൊണ്ട് ഒരു എസ്ക്രോ അക്കൗണ്ട് തുടങ്ങി ഒരു സാമ്പത്തിക ക്രമീകരണം ഏർപ്പെടുത്താൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ വൈദ്യുതി കുടിശ്ശിക സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. 2068.07 കോടി രൂപയാണ് വാട്ടർ അതോറിറ്റി KSEBക്ക് നൽകാനുള്ളത്. ഇത് 10 ഗഡുക്കളായി 206.8 കോടി രൂപ വെച്ച് 10 ഗഡുക്കളായി അടയ്ക്കാം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ KSEBയോട് വ്യക്തമാക്കിയിരിക്കുന്നതും ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നതും. ഇതിനായി KSEBയും വാട്ടർ അതോറിറ്റിയും തമ്മിൽ ഒരു എസ്ക്രോ അക്കൗണ്ട് തുടങ്ങും. പകരം വാട്ടർ അതോറിറ്റിയുടെ നോൺ പ്ലാൻ ഗ്രാന്റ് ഫണ്ടിൽ നിന്ന് ഈ തുക സർക്കാർ തിരിച്ചു പിടിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വൈദ്യുതി ബോർഡിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ തുക ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. വേണു, ശരി. ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.